Hola, ¿cómo están? Hello, how are you? Hope you all are doing well. അപ്പോൾ എല്ലാവർക്കും സ്പാനിഷ് വിത്ത് ലാലി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വെർബ്, ബേസിക് വെർബ് ജസ്റ്റ് ഐ ആർ, ഈർ എന്ന് സ്പാനിഷ് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പാനിഷിൽ എ ആർ, ഇ ആർ, ഐ ആർ ഇങ്ങനെ 3 തരം എൻഡിങ്സ് ഉള്ള വെർബ്സ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ സെൻറ്റൻസ് എല്ലാം മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വെർബാണ്, ഐ ആർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഐ ആർ, ഈർ, എൻഡ് ചെയ്യുന്ന 2 ലെറ്റർ ഐ ആർ, ഈർ. എന്താണ് ഈർ എന്ന് പറഞ്ഞാൽ? ടു ഗോ, ടു ഗോ ബേസിക് വെർബാണ് ടു ഗോ. അപ്പോൾ ഈ ഐ ആർ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി ഇറഗുലർ വെർബാണ്, ബേസിക് വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബാണ്, ഒരു എസെൻഷ്യൽ വെർബാണ്. സ്പാനിഷിൽ ഒരു 75ഓളം എസെൻഷ്യൽ വെർബ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇയർ. എസെൻഷ്യൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നിരന്തരം നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ്സ് എല്ലാം ഒന്നാണ് ഇയർ, ടു ഗോ. നമുക്കറിയാം അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യാറോട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കോഞ്ചുഗേഷനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അബ്ലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്പീക്ക്. അതൊരു റെഗുലർ വെർബാണ്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേഷൻ ഞാൻ പറയുവാണ് ഐ ആം സ്പീക്കിംഗ് അല്ലെങ്കിൽ ഐ സ്പീക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ അബ്ലോ, കണ്ടോ? അബ്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മായ അബ്ലാറിൻ്റെ സ്റ്റെമ്മായ അബ്ലോ, അബ്ലോ ഒരു ഓ അങ്ങോട്ടിട്ട് മതി, മനസ്സിലായ? അബ്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അപ്പോൾ ഐ സ്പീക്ക് എന്നാവും. അപ്പം നമ്മൾ ഈറിൻ്റെ ആ രീതി നോക്കുകയാണെങ്കിൽ ഇറോ എന്ന് വരുന്നത് ഐ ആർ ഓ, നോ, കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിപ്പോയി. ഐ ആർ എന്നുള്ളത് വരുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഇറഗുലർ വെർബായ ഈറിൻ്റെ കോഞ്ചുഗേഷൻ. അതുകൊണ്ട് നമ്മളൊരു അതിൻ്റെ പ്രസൻറ്റ് ടെൻസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രസൻറ്റ് ടെൻസ് നമുക്ക് നോക്കാം. ഈർ, ടു ഗോ. ജോ ബോയ്, ജോ ഐ, ബോയ്. എന്താ എൻ്റെ അർത്ഥം? ഐ ഗോ അല്ലെങ്കിൽ ഐ ആം ഗോയിങ്. അവിടെ ജോ വേണ്ട, ബോയ്, ജസ്റ്റ് ബോയ്. അപ്പം ഐയോട് കൂടി ഈർ കൊഞ്ചുഗേറ്റ് ചെയ്തപ്പോൾ ഒരു പുതിയ വേർഡാണ് അവിടെ ക്രിയേറ്റ് ആയത്, ബോയ്. വി ഒ വൈ, വി ആണ് നമ്മൾ എഴുതണമെങ്കിലും ഈ ബോയുടെ ബി എന്ന പ്രൊണൗൺസിയേഷനാണ് അവിടെ വരുന്നത്, ബോയ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബോയ് വരും. കാരണം എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് ഐ ഗോ, ഐ ആം ഗോയിങ് ടു, ഒരുപാട് കാര്യം നമുക്കവിടെ ആഡ് ചെയ്യാം. ഐ ആം ഗോയിങ് ടു റൺ, ഐ ആം ഗോയിങ് ടു സ്പീക്ക്, ഐ ആം ഗോയിങ് ടു ഈറ്റ്, അല്ലേ? ഇവിടെ എല്ലാം നമ്മൾ കൊണ്ടുവരുന്ന വേർഡ് ഏതാണ്? വെർബ് ഏതാണ്? ബോയ്. അപ്പം ജൊബോയ് എന്നാരും പറയത്തില്ല. ജോ അവിടെ ഹൈഡായിട്ട് നിൽപ്പുണ്ട്, ജോ അതുകൊണ്ട് പറയണ്ട. ബോയ്. പിന്നെ നമ്മൾ ഇതിനൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ ബോയ് പിന്നെ അത് എ ഇടും. എക്ക് സ്പാനിഷ് പറഞ്ഞ ആന്ന. അപ്പം ബോയ് ആ. പിന്നെ എന്താണ് ചേർക്കേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ആ വെർബിൻ്റെ ബേസിക് വെർബ്, അവിടെ കോഞ്ചുഗേഷൻ ഇല്ല, അത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് സെൻറ്റൻസ് ആവും. ഐ ആം ഗോയിങ് ടു ഈറ്റ്, ബോയ് ആ. കൊമേർ, ടു ഈറ്റ്, കൊമേർ ഇയാളെൻ്റെ എന്ന് പറഞ്ഞാൽ പോകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം നമ്മളിവിടെ ഒരു ഈർ ഓൾറെഡി കൊഞ്ചുഗേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്, ജോ ബോയ്, ബോയ്. ഒരു വെർബ് കൊഞ്ചുഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെർബ് നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കൊഞ്ചുഗേറ്റ് ചെയ്ത വെർബിനൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു ബോണസാണ് ആ വെർബിനെ ഒരു കൊഞ്ചുഗേറ്റും ചെയ്ത ഇ ആർ ആണെങ്കിൽ ഐ ആർ ആണെങ്കിലും നമ്മൾ അവിടെ അതേപോലെ അങ്ങോട്ട് നിർത്തും. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അതായത് ഐ ആം ഗോയിങ് ടു ഈറ്റ്, കൊമേർ,
നമ്മൾ മാറ്റുന്നില്ല. ബോയ് ആ കൊമേർ, ഐ എം ഗോയിങ് ടു ഈറ്റ്. ആ വരുന്നതെല്ലാം ടു എന്നുള്ള ഒരു അർത്ഥം അവിടെ വരും. ഐ ആം ഗോയിങ് ടു ഈറ്റ്. ഐ ആം ഗോയിങ് ടു ഈറ്റ്. ബോയ് ആ കൊമേർ, ബോയ് ആ ആബ്ലർ, ഐ എം ഗോയിങ് ടു സ്പീക്ക്. അങ്ങനെ. അപ്പോൾ അതാണ് ജോഡ് കൊടുത്താൽ എപ്പോഴും ബോയ്, ഈറിൽ നിന്ന് വന്ന ഈർ എന്നുള്ള ബേസിക് വെർബിൽ നിന്നുള്ള കോൺജുഗേഷൻ ആണ് ബോയ്. അപ്പൊ തൂ ആണെങ്കിലോ, യു ഇൻഫോർമൽ ആണെങ്കിലോ, അവിടെ ബോയ് ശരിയാകത്തില്ല. അവിടെ എന്താണ്? ബാസ്, VAS. അപ്പൊ ബാസ് എന്ന് പറഞ്ഞാൽ, ബാസ് എന്ന് മാത്രം പറഞ്ഞാൽ യു ആർ ഗോയിങ് എന്നാണ്. യു ആർ അല്ലെങ്കിൽ യു ഗോ, സബ്ജക്റ്റ് മാറി. യു സിംഗുലർ, ഇൻഫോർമൽ സിംഗുലർ യു ആയി. നമുക്കവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർ യു ഗോയിങ് ടു ഈറ്റ്? അവിടെ ബസ കൊമേർ, ബസ കൊമേർ. അപ്പം നമ്മളത് ബസ കൊമേർ എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഈറ്റ് എന്നാണ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ആ ബോഡി ലാംഗ്വേജ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ബസ കൊമേർ, ആർ യു ഗോയിങ് ടു ഈറ്റ്? ബാസ് ആ കൊമേർ. അപ്പം എന്നോട് ചോദിക്കുവാണ് ബസ കൊമേർ. അപ്പം ഞാൻ പറയും സി ബോയ് ആ കൊമേർ, ഐ ആം ഗോയിങ് ടു ഈറ്റ്. മനസ്സിലായ? സി എന്ന് പറഞ്ഞാൽ യെസ്, ഐ ആം ഗോയിങ് ടു ഈറ്റ്. അപ്പം നമ്മൾ ബോയ് വന്നു, കാരണം ഞാനാ പറയുന്നത് ബോയ് ആ കൊമേർ, ബസ കൊമേർ. അപ്പോൾ നിങ്ങൾ എന്താ പറയും? സി ബോയ് ആ കൊമേർ. ഇത് നമ്മൾ സിംഗുലർ ഷീ, ഹി, യു ഫോർമൽ, ഇവർ ഒരു ഗ്രൂപ്പാണ്. അത് എപ്പോഴും ഓർത്തിരിക്കണം. എൽ, എയ, ഉസ്തേർ, ഇവർ 3 പേര് ഒരു ഫാമിലിയാണ്. അവരുടെ കോൺജുഗേഷൻ സെയിം ആണ്. നമ്മൾ പറയാം ഹി, ഷീ, യു ഫോർമൽ. യു ഇൻഫോർമൽ ആണ് നമ്മൾ തൂ പറഞ്ഞത്. അപ്പോൾ യു ഫോർമലിന് ഉസ്തേർ. അപ്പം അവിടെ നമ്മൾ ഈ ഈറിൻ്റെ ഏത് കോൺജുഗേഷൻ വരും? ബാ, VA, ബാ. ഷീ ഈസ് ഗോയിങ് ടു ഈറ്റ്. എയ, ബാ, കൊമേർ. ഷീ ഈസ് ഗോയിങ് ടു ഈറ്റ്. അപ്പം ഷീ ഈസ് ഗോയിങ് അവിടെ വരെയാണോ ഈ ഒറ്റ വേർഡ് VA, ബാ. ഷീ ഈസ് ഗോയിങ് ഓർ ഹി ഈസ് ഗോയിങ്. അവിടെ ഷീ ആകാം, ഹി ആകാം, അല്ലെങ്കിൽ യു. ഇപ്പം ഞാനൊരു ഫോർമൽ യു എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്, ഒരു മാനേജറോ അല്ലെങ്കിൽ എനിക്ക് ഫോർമൽ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളെ, കാരണം നമ്മൾ വെച്ച് റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ തു ബാസ കൊമേർ എന്ന് ചോദിക്കുമ്പോൾ ശരിയാകത്തില്ല, അല്ലെങ്കിൽ ബാസ കൊമേർ എന്ന് വെച്ചാൽ അത് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഉസ്തേഡിൻ്റെ ഫോം യൂസ് ചെയ്യുക. ആ ഉസ്തേഡാണ് സബ്ജക്റ്റ് പ്രോനൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും ആർ യു ഗോയിങ് ടു ഈറ്റ്? എങ്ങനെ ചോദിക്കും? ഉസ്തേഡ് ബാ കൊമേർ, ഉസ്തേഡ് ബാ കൊമേർ. ഉസ്തേഡ് വിട്ട് കളഞ്ഞാലും ബാ കൊമേർ എന്നപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ചോദിച്ചാൽ നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുത്ത് യു തന്നെയാണ്. മനസ്സിലായല്ലോ? ബാ കൊമേർ, ആർ യു ഗോയിങ് ടു ഈറ്റ്? ഇനി ഇപ്പം നമ്മളത് പ്ലൂറലിലേക്ക് പോകാം. നോസോത്രോസ്, വി ആർ ഗോയിങ് ടു ഈറ്റ്. നോസോത്രോസ് vamos a comer, vamos a comer, we are going to eat. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ചോദിക്കാം ആർ വി ഗോയിങ് ടു ഈറ്റ്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ vamos a comer, vamos a comer, we are going to eat. അപ്പം നമുക്ക് നമ്മുടെ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ആർ വി ഗോയിങ് ടു ഈറ്റ് vamos a comer? അവിടെ ശരിയാകത്തില്ല അല്ലേ? വി ആർ ഗോയിങ് ടു ഈറ്റ് vamos a comer, vamos. അടുത്തത് ellos, ellas, ustedes. അത് they ഫെമിനിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ellas, മെസ്കുലൈൻ ഗ്രൂപ്പ് ആണെങ്കിൽ ellos, പിന്നെ ustedes യു ഓൾ, അത് പ്ലൂറലാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാൻ, VAN. വാൻ ആ കൊമേർ, they are going to eat. You all are going to eat. Ustedes van a comer. അപ്പോൾ ഇതെല്ലാം ഈ വന്ന ബോയ്, ബാസ്, ബാ, വമോസ്, ബാൻ എല്ലാം വന്നിരിക്കുന്നത് ഇറഗുലർ ബേസിക് വെർബായ IR, ഈർ, ടു ഗോ. ഈ വെർബിൻ്റെ ഇറഗുലർ കോൺജുഗേഷൻ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബോയ് ആ ലാ പ്ലയ,
പ്ലയ എന്ന് പറഞ്ഞാൽ ബീച്ച് എന്നാണ്. ബോയ് ആ ലാ പ്ലയ. ഐ ആം ഗോയിങ് ടു ദ ബീച്ച്. ഐ ആം ഗോയിങ് ടു ദി ബീച്ച്. ബോയ്, ജസ്റ്റ് ബോയ് ഐ ആം. അല ആ ടു ദി ല കൊടുത്ത എന്താണ്? പ്ലയ എന്നുള്ള നൗൺ ഒരു ഫെമിനിയൻ ആയതുകൊണ്ടാണ്. കാരണം ഇവിടെ ഇന്ത്യയിൽ ഏതാണ് നമ്മൾ ലാ കൊടുത്തു. ദി എന്നാണ്. ഐ എം ഗോയിങ് ടു ദ ബീച്ച്. ബോയ് ആ ല പ്ലയ. മനസ്സിലായല്ലോ എന്താണ് പഠിച്ചതെന്ന്? പ്രസന്റ് ടെൻസ് ആണ്. ഏതിൻ്റെ? IR അല്ലെങ്കിൽ ഈർ എന്ന് പറയുന്ന ഇറഗുലർ ബേസിക് വെർബിൻ്റെ കൊഞ്ചുഗേഷനാണ് പഠിച്ചത്. അത് പ്രസന്റ് ടെൻസിൽ പഠിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് വളരെ 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 എസെൻഷ്യൽ വെർബാണ്, ഇമ്പോർട്ടൻറ്റ് വെർബാണ്, ഇറഗുലർ വെർബാണ്. ഈർ, ടു ഗോ. അപ്പം ഞാൻ പറയാണ് ഐ ആം ഗോയിങ് ടു ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ബോയ്. പിന്നെ ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഗോ. അപ്പം നമുക്ക് ആ ഈറോടെ ഇല്ല. ബോയ് ഈർ കേട്ടാ. അപ്പം ആദ്യം നിന്നാണ് ഈറിൻ്റെ കൊഞ്ചുഗേഷൻ, ഐയോട് കൂടി ഉള്ള കൊഞ്ചുഗേഷൻ പുട്ട് ചെയ്തു. ബോയ് പിന്നെ ഞാൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഗോ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല, ഐ ആം ഗോയിങ് ടു ഗോ ടു സീ സമ്മൺ അല്ലേ. അപ്പോൾ ഞാൻ ബോയ് ഈർ, ഐ ആം ഗോയിങ് ടു ഗോ. മനസ്സിലായോ? അപ്പോൾ ഈ ബോയ് തന്നെ ഈറിൻ്റെ ഒരു കൊഞ്ചുഗേഷനാണ്. പിന്നെ ഞാൻ ഈർ അതേപോലെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ എനിക്ക് ടു ഗോ വന്നു. അപ്പോൾ എനിക്ക് ആ സീസ് അത് പുട്ട് ചെയ്യുന്നത്. അപ്പം ബോയ് ഈർ. മനസ്സിലായല്ലോ? അപ്പം ഒരു ചെറിയ ക്ലാസ്സാണ്. ഈർ എന്ന ഒരു വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസിലെ കൊഞ്ചുഗേഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നവരെ എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? ജമെ ബോയ്. കണ്ട ബോയ് വന്ന് കണ്ട ആ ബോയ് അവിടെ ഞാൻ ലീവ് ചെയ്യുക എന്നുള്ളത്. I'm going out. I'm leaving. Jame boy. Hasta luego. Adios. Bye.